അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. പാലക്കാട് നഗരത്തിൽ നടു റോഡിൽ നമസ്കരിച്ച യുവതിയുടെ പ്രതിഷേധം. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. പാലക്കാട് നടു റോഡിൽ ഇരുന്ന സ്ത്രീയുടെ നിസ്കാരം. തിരക്കേറിയ IMA ജംഗ്ഷനിലാണ് സംഭവം. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? കുടുംബസ്വത്തിനെ കുറിച്ചുള്ള തർക്കം ജനത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് റോഡിൽ നിസ്കരിച്ചത് എന്ന് സ്ത്രീ വിശദീകരിക്കുകയാണ്. സിറ്റിയിൽ 10 സെന്റ് സ്ഥലം ചോദിക്കുക, പട്ടിക്ക് അപ്പിയിടാനും മുള്ളാനും. മനുഷ്യരെ നാട്ടിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേൽ. നടു റോഡിൽ എന്ന് പറയുമ്പോൾ വാഹനങ്ങളൊക്കെ ഒരുപാട് പോകുന്ന ഒരു വഴിയാണ്. റോഡിലാണോ പാവരിച്ച് കിടക്കുന്നത്? പിന്നെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ കിടക്കണോ? പോടാ പുല്ലേ. ഇവരുടെയൊക്കെ തലയിൽ ഈശ്വരൻ തലച്ചോറിന് പകരം കൊടുത്തിരിക്കുന്നത് കളിമണ്ണാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കളിമണ്ണല്ലടാ, പിണ്ണാക്ക, നല്ല ഒറിജിനൽ പിണ്ണാക്ക്. ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, വാഹനത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്. എപ്പോഴായിരുന്നു ഈ സംഭവം? പോലീസ് എന്ത് നടപടിയെടുത്തു? അവസാനം ഇതൊരു ഏടാകുളമായത്. എന്താ കൊട്ടാരം വീടിന് പേടിയുണ്ടോ? പേടിയോ? ഈ കൊട്ടാരം വീടലോ? പേടിയെന്നൊരു വാക്ക് എന്റെ നിഘണ്ടവിടില്ലടോ. കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. തിരക്കേറിയ IMA ജംഗ്ഷനിലാണ് സ്ത്രീ പ്രതിഷേധ രൂപേണ നിസ്കാരം നടത്തിയത്. അതായത് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ആട്ടിന്റെ കാലിന്റെ മുട്ട് ഞാൻ ഒടിക്കും. അഹങ്കാരി പെൺകുട്ടികളായാലേ നിലയ്ക്ക് നിൽക്കണം. കുടുംബസ്വത്തിനെ കുറിച്ചുള്ള തർക്കം ജനത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് റോഡിൽ നിസ്കരിച്ചതെന്ന് യുവതി പറയുന്നു. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. കൊല്ലങ്കോട് സ്വദേശിയായ യുവതിയെ പാലക്കാട് സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു വെരി മച്ച്. ആ പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കണേ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? സമ്പൂർണ്ണ ചാറ്റരുതാ ബന്ദർക്ക ബച്ചേ. ഒരു കുടുംബത്തിൽ ഒന്നെങ്ങനെയാവാം? എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്? ഇവർ കാരണമായി പറയുന്നത് ഇവരുടെ ഭർത്താവ് മരിച്ചതാണ്. ഭർത്താവിന്റെ സ്വത്തുക്കളിൽ മുഴുവനായി ഇവർക്ക് ലഭിക്കുന്നില്ല. അതിൽ സഹോദരങ്ങൾ മറ്റാർക്കോ വിറ്റു, കുറച്ച് ഭാഗം മാത്രമാണ് ഇവർക്ക് ലഭിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. എന്തായാലും പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ IMA ജംഗ്ഷനിലാണ് ഇവർ നമസ്കാര വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതങ്ങനെ നിന്റെ തലയിലാവണം. പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കണ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എടി മോളെ, അപ്പിക്കുപ്പായം ഇട്ടോ മോളെ. കാക്ക ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാളെ, അപ്പിക്കുപ്പായം ഇട്ട അമ്പാളെ. എന്തായാലും കൊള്ളാം, പൊളി, പൊളി. പിടി. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.